അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന 7ാം ക്ലാസ്സിന്റെ ദുറൂസുൽ അഖായിദിന്റെ മോഡൽ ചോദ്യപേപ്പറാണ് നോക്കാൻ പോകുന്നത്. 100 മാർക്കിനാണ് ഉണ്ടാവുക. ആദ്യമായി ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവൻ മുഅ്മിൻ, മുനാഫിഖ്, കാഫിർ. ആരാണ്? മുനാഫിഖാണ്, കപടൻ എന്നാണ് അതിനർത്ഥം പറയാം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച രക്തസാക്ഷി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആരെ പറ്റി പ്രവചിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 3, അനുസരണം എന്നാണ് ഭാഷാർത്ഥം. ശറഅ്, ഈമാൻ, ഇസ്ലാം. ഇസ്ലാമാണ് ഉത്തരം. 4മത്തത്, കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിന് കീഴിൽ വന്നു ഹിജറ 857, ഹിജറ 578, ഹിജറ 366. ഏതാണ് ഉത്തരം? ഹിജറ 857 ഇസ്ലാമിന് കീഴിൽ വന്നത്. 5മത്തത്, സിഹ്ർ ചെയ്യുന്നതിന്റെ വിധി. കറാഹത്ത്, ഹറാമ്, ജായിസ്. ഏതാണ്? ഹറാമാണ്. സിഹ്റിൽ മാരണം. എന്താണ് വിധി? ഹറാം. 6മത്തത്, അപമാനിക്കൽ എന്നാണ് അർത്ഥം. ആദത്ത്, ഖാരിഖ്, ഇഹാനത്ത്. ഏതാണത്? ഇഹാനത്താണ് അല്ലെ. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി, ചേരുംപിടി ചേർക്കുക. 7മത്തത്, അറിയാനുള്ള മാർഗം. ലെറ്റർ ബി. പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയാണ് അറിയാനുള്ള മാർഗം. 8, ഖുർആനിന്റെ വ്യാഖ്യാനവും വിശദീകരണവുമാണ്. ലെറ്റർ സി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. 9, അദർശജ്ഞാനങ്ങളുടെ സ്രോതസ്. ലെറ്റർ ഡി, ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും. ഖുർആനും നബിചര്യയും. ഇതാണെന്ത്? അദർശജ്ഞാനങ്ങളുടെ സ്രോതസ്, അതിന്റെ സോയ്സ് അതാണ്. 10മത്തത്, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തത്. ലെറ്റർ ഇ, ഗൈബ്, മറഞ്ഞ കാര്യം, അദർശ കാര്യം, കണ്ടിട്ട് കേട്ടിട്ട് അറിയാനോ കഴിയാത്താണെന്ത്? ഗൈബ് എന്ന് പറയുന്നത്. 11, ഐഹിക ലോകത്തോടുള്ള അതിയായ അർത്ഥവും ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും. ലെറ്റർ എ, അതിനെന്താ പറയാ? വഹൻ എന്ന് പറയാം അല്ലെ. വഹൻ. തേർഡ് ആക്ടിവിറ്റി, വിട്ടഭാഗം പൂരിപ്പിക്കുക. 12മത്തത്, റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഖുർആനിൽ നിന്നുള്ള പ്രാർത്ഥനയാണത്. 13, വിശ്വാസം ഈമാനിന്റെ അടിസ്ഥാനവും കർമ്മങ്ങൾ അതിന്റെ ഫലവുമാണ്. 14, മദീനയിൽ നിന്ന് നഹാബന്ദിലേക്ക് 1850 കിലോമീറ്റർ അധികം ദൂരമുണ്ട്. 1850 കിലോമീറ്റർ. 15മത്തത്, ഒമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത മതം ആരെങ്കിലും ആഗ്രഹിച്ചാല്, അന്വേഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല എന്നാണ് അതിന്റെ അർത്ഥം. 16മത്തത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി അഖ്വം. 17മത്തത്, നിരവധി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും സംഭവിക്കാതെ ഖുർആൻ നിലനിൽക്കുന്നു. ഇനി 4മത്തെ ആക്ടിവിറ്റി, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1 വേർഡ് ആണ്. 18മത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ എത്ര? 114. 19, ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദയസ്ഥമാക്കപ്പെടുന്ന ഗ്രന്ഥമേത്? വിശുദ്ധ ഖുർആൻ. 20, ഖബറിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മലക്കുകൾ 2 പേരുണ്ട് അല്ലെ. ആരൊക്കെയാണ്? മുൻകർ, നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം. ചോദ്യം 21, ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. 22, ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്ന നബിമാർ മുഖേനയാണ്. 23, ഉറങ്ങുന്ന സമയത്ത് നമ്മിൽ നിന്ന് എന്താണ് വേർപ്പെടുന്നത്? നമ്മുടെ തിരിച്ചറിവാണ് അല്ലെ. മരിക്കുമ്പോ നമ്മുടെ ആത്മാവാണെങ്കിൽ ഉറങ്ങുമ്പോ വേർപ്പെടുന്ന എന്താണ്? നമ്മുടെ തിരിച്ചറിവ്. 5മത്തെ ആക്ടിവിറ്റി, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ്. 24മത്തെ ചോദ്യം, ഖബറിലുള്ളവർക്ക് സദാസമയവും കാണിക്കും എന്ത്? സ്വർഗീയ സ്ഥാനവും അല്ലെങ്കിൽ നരകത്തിലെ സ്ഥാനം. ചോദ്യം 25, എന്താണ് കറാമത്ത്? ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് എന്ത് പറയാ? കറാമത്ത് എന്ന് പറയുന്നത്. ചോദ്യം 26,
വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു ആരെ? എന്തിന്? ആരെ വെല്ലുവിളിച്ചത്? ഖുറൈശികളെ. എന്തിനാ വെല്ലുവിളിച്ചത്? ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിന് സമാനമായ ഒരു സൂറത്തെങ്കിലും രചിക്കാൻ. അല്ലെ, നബി തങ്ങളെ പരാജയപ്പെടുത്താൻ അവർ കണ്ടൊരു എളുപ്പവഴിയാണ്. പക്ഷെ അവർക്ക് എന്തായില്ല, അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. 27ാമത്തെ ചോദ്യം, യഥാർത്ഥ വിശ്വാസികളുടെ പ്രത്യേകതകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ഒന്ന്, തെറ്റുകുറ്റങ്ങൾ ഉപേക്ഷിക്കുക. മറ്റൊന്ന്, വ്യഭിചരിക്കാതിരിക്കുക. ചോദ്യം 28, സാരം എഴുതുക. അർത്ഥം ഇതാനാണ്. എന്താണ്? ഇന്നൽ മയ്യിത്ത ലയസ്മഉ ഖർഅ നിആലിഹിം. അപരടക്കി പോകുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും മയ്യത്ത് കേൾക്കും. ഇനി 29ാമത്തെ ചോദ്യം, ഖുർആൻ എന്ന മുനാഫിഖിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? അവസാനം എങ്ങനെയായിരുന്നു? എങ്ങനെ അദ്ദേഹം അവസാനം മരണപ്പെട്ടത്? ആത്മഹത്യ ചെയ്തിട്ടാണ് മരണപ്പെട്ടത്. ഇനി 30ാമത്തെ ചോദ്യം, സത്യവിശ്വാസി ശിർക്കും കുഫ്റുമല്ലാത്ത തെറ്റു ചെയ്താൽ അവന്റെ അവസ്ഥ എന്ത്? കാഫിറാവുകയില്ല, അവൻ ഫാസിഖായി തീരും. തെറ്റുകൾ ചെയ്തതനുസരിച്ച് ശിക്ഷിക്കപ്പെടും. അവൻ തൗബ ചെയ്താൽ സ്വീകരിക്കപ്പെടും. ചോദ്യം 31, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതക്ക് രണ്ട് തെളിവുകൾ എഴുതുക. ഒന്ന്, കാലാതിവർത്തിയായി നിലനിൽക്കുന്നു, എല്ലാ കാലവും അതേപടി നിലനിൽക്കുന്നു എന്നർത്ഥം. രണ്ട്, മാർഗദർശനം നൽകുന്നു. ഇനി 6ാമത്തെ ആക്ടിവിറ്റി, രണ്ടിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക. 5 വരിയിൽ കവിയരുത്, 5 വരിയിൽ കുറയരുത്. 32, നബിമാരും മുഅ്ജിസത്തുകളും അതല്ലെങ്കിൽ ഈമാൻ, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതാം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഈമാനിനെ കുറിച്ചാണ്. നോക്കൂ, അള്ളാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതാണെന്നറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിക്കലാണ് ഈമാൻ. ഈ വിശ്വാസം ഈമാനിന്റെ അടിസ്ഥാനവും കർമ്മങ്ങൾ അതിന്റെ ഫലവുമാണ്. വിശ്വാസി കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയോ ശിർക്കും കുഫ്റുമല്ലാത്ത തെറ്റുകൾ പ്രവർത്തിക്കുകയോ ചെയ്താൽ കാഫിറാവുകയില്ല, അവൻ ഫാസിഖായി തീരും. തെറ്റുകൾ ചെയ്തനുസരിച്ച് ശിക്ഷിക്കപ്പെടും, അവന് തൗബ ചെയ്താൽ സ്വീകരിക്കപ്പെടും. ഇനി 33ാമത്തെ എന്താണ്? വിശുദ്ധ ഖുർആൻ അത്ഭുത ഗ്രന്ഥം അതല്ലെങ്കിൽ ഖബർ ശിക്ഷ ഒരു യാഥാർത്ഥ്യം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഖബർ ശിക്ഷ ഒരു യാഥാർത്ഥ്യം എന്നതിനെ കുറിച്ചാണ്. മയ്യത്തിനെ മർവ ചെയ്യപ്പെട്ടാൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാം എന്നീ 2 മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അവക്ക് ഉത്തരം പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടും. അതിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. ഖബർ വിശാലമാകും. എന്നാൽ ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ മലക്കുകൾ ശിക്ഷിക്കും. മയ്യത്ത് ആർത്ത് കരയും. മനുഷ്യരും ജിന്നുകളുമല്ലാത്തവരെല്ലാം ആ കരച്ചിൽ കേൾക്കും. അങ്ങനെ സത്യവിശ്വാസികൾ സ്വർഗീയാനന്ദവും അല്ലാത്തവർ നരകയാതനകളും. അല്ലാഹു നമ്മുടെ മക്കൾക്ക് എല്ലാം അറിഞ്ഞും എല്ലാം പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുമുള്ള മഹാഭാഗ്യം അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.